നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രണയഭ്രാന്തിൽ അഭിഷേക് എന്ന യുവാവ് കാട്ടിക്കൂട്ടിയ പരാക്രമത്തിൽ ഒരമ്മയ്ക്ക് നഷ്ടമായത് എല്ലാമായ മകളെയാണ്. അവരുടെ സ്വപ്നങ്ങളായിരുന്നു ഒറ്റ ദിവസങ്ങൾ കൊണ്ട് പൊലിഞ്ഞത്. തന്റെ കണ്ണടയ്ക്കുന്നതിന് മുൻപ് മകൾ മിഥുന ഒരു ജോലി വാങ്ങണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന അയൽവാസികളും മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. നിധിനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. പെൺകുട്ടിയുടെ കഴുത്തിലേറ്റ മുറിവ് ആഴത്തിലും വീതിയിലുള്ളതുമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. രക്തധമനികൾ മുറിഞ്ഞുപോയിരുന്നു. രക്തം വാർന്നതാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രതിയായ അഭിഷേക് കൊല നടത്തിയ ശേഷം മിഥുന നിലത്ത് വീണ് പിടയുന്നത് കണ്ടു നിൽക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെയാണ് പാലാ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന നിധിന മോളെ സഹപാഠിയായ അഭിഷേക് കൊലപ്പെടുത്തിയത്. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നിധിനയെ കയ്യിൽ കരുതിയ പേപ്പർ കട്ടർ ഉപയോഗിച്ച് അഭിഷേക് കഴുത്തറക്കുകയായിരുന്നു. ഉടൻ തന്നെ നിധിനയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്നാണ് കൊലയെന്നായിരുന്നു അഭിഷേകിന്റെ മൊഴി. അതേസമയം കൊലപാതകം ആസൂത്രിതമാണെന്നാണ് പോലീസ് നിഗമനം. താൻ മിഥുനയെ കൊല്ലാനല്ല പേപ്പർ കട്ടറുമായി എത്തിയത്, സ്വന്തം കൈഞ്ഞരമ്പ് മുറിച്ച് പേടിപ്പിക്കാനാണെന്നും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ കഴുത്തിലെ ഞരമ്പ് മുറിക്കുകയായിരുന്നുവെന്നുമാണ് യുവാവ് ആദ്യം നൽകിയ മൊഴി. എന്നാൽ നിധിന മോളെ കൊലപ്പെടുത്താൻ പ്രതി അഭിഷേക് പുതിയ ബ്ലേഡ് വാങ്ങിയതായി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് കൂത്താട്ടുകുളത്തെ കടയിൽ നിന്നാണ് ബ്ലേഡ് വാങ്ങിയത്. പേപ്പർ കട്ടറിൽ ഉണ്ടായിരുന്ന പഴയ ബ്ലേഡ് മാറ്റി പുതിയത് ഇടുകയായിരുന്നു. ഈ കടയിലടക്കം പോലീസ് തെളിവെടുപ്പ് നടത്തും. പ്രതിയെ ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പ്രണയം നിരസിച്ചതോടെ പെൺകുട്ടിയുടെ അമ്മയ്ക്കടക്കം ഇയാൾ ഭീഷണി സന്ദേശം അയച്ചിരുന്നു. ഫോൺ വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം അഭിഷേക് ബൈജുവിനെ സെന്റ് തോമസ് ക്യാമ്പസിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. അന്വേഷണ ചുമതലയുള്ള CI KP ടോംസണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ ക്യാമ്പസിൽ എത്തിച്ചത്. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. തിങ്കളാഴ്ച പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.